ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഹെർട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വൺ ലൈൻ പറഞ്ഞിട്ട് അവർ ഇൻട്രസ്റ്റ് കളയുന്നില്ല. കാരണം ഇതിൽ പറയാനാണെങ്കിൽ ഈ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അതെല്ലാം മാറ്റി നിർത്തി മൂവിയിൽ എന്താണോ പറയുന്നത് അത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മൂവി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് അങ്ങോട്ട് നടക്കുന്നത് എന്ന് ഓരോ നിമിഷവും നമ്മൾ ത്രില്ലടിച്ചിരുന്നു പോകും. അതുപോലുള്ളൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നത് അറിയത്തില്ല. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വെളിയിലേക്ക് പോയതാണ്. തൊണ്ടയ്ക്ക് പണി കിട്ടി, അതുകൊണ്ട് ശബ്ദം ചെറിയ രീതിയിലൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ രണ്ട് സിസ്റ്റർമാരെയാണ് കാണിക്കുന്നത്. അതിലൊരാളുടെ പേര് സിസ്റ്റർ ബാൻസ്, അതിൽ ആ ഒരു കണ്ണാടി ഇട്ടേക്കുന്ന ആ ഒരു സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ പാസ്റ്റൺ. അതല്ല, ഇവർ രണ്ടുപേരും സഹോദരിമാരല്ല, രണ്ടുപേരും ഒരേ ചർച്ചിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രധാനമായിട്ടും ഒരിടത്തേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. മിസ്റ്റർ റീഡ് എന്ന് പറഞ്ഞിട്ടൊരാള് ഇവരുടെ ചർച്ചിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിന് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ അവിടേക്ക് പോകുന്നത്. അങ്ങനെ അയാളുടെ വീടിന് വെളിയിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും സൈക്കിളിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു സൈക്കിള് അവിടെ ലോക്കെല്ലാം ചെയ്തു വെച്ച് അത് കഴിഞ്ഞ് നേരെ ആ ഒരു വീടിന് മുന്നിലേക്ക് പോയിട്ട് കോളിംഗ് ബെല്ല് ഒരുപാട് നേരമായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ആരും വന്ന് കതക് തുറക്കുന്നില്ല. അതുമല്ല, വെളിയിലാണെങ്കിലോ നല്ല രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് റീഡ് കതക് തുറന്നിട്ട്, ഓ നിങ്ങളാണോ ആ ഒരു ചർച്ചിൽ നിന്ന് വന്നത്? അതെ സാർ, നിങ്ങൾക്കല്ലേ ചർച്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞത്, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. എന്തായാലും അതിനു മുന്നേ ഈ ഒരു ബുക്ക്ലെറ്റ് എന്തായാലും പഠിച്ചു നോക്ക് സാർ എന്നും പറഞ്ഞിട്ട് ഒരു ബുക്ക്ലെറ്റ് ഇങ്ങ് എടുത്ത് കൊടുക്കാണ്. അപ്പൊ അത് വായിക്കുന്നതും റീഡ് പെട്ടെന്ന് പറയും, ഓ ഇത് ആൾറെഡി ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, കാരണം ഇത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓ അങ്ങനെയാണോ സാർ, ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് വരുമ്പോൾ റീഡ് പറയും, അല്ല നിൽക്ക്, നിങ്ങൾ എന്തിനാ ഈ മഴയും കൊണ്ട് വെളിയിൽ നിൽക്കുന്നേ, വീടിനകത്തേക്ക് വാ. ഓ സോറി സാർ, നിങ്ങൾ മാത്രമല്ലോ വീടിനകത്ത്, ഞങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ ഉള്ളിലേക്ക് വരാനായിട്ട് പേടിയാവുന്നുണ്ടോ? പേടിക്കൊന്നും വേണ്ട, എന്റെ ഭാര്യ ഉള്ളിലുണ്ട്, അതുമല്ല അവളെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓ അങ്ങനെയാണോ, ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉള്ളിലേക്ക് വരാമെന്നും പറഞ്ഞിട്ട് അയാളുടെ ഭാര്യ അകത്തുണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ്. രണ്ടുപേരും അകത്തേക്ക് കയറി ആ ഒരു സമയം തന്നെ ഇയാൾ ആ ഒരു ഡോർ അങ്ങ് ലോക്ക് ചെയ്യും. എന്നിട്ട് റീഡ് പറയും, അല്ല ഉള്ളിലേക്ക് വന്നതല്ലേ, ഇനിയിപ്പോ എന്തിനാ ആ ഒരു കോട്ടല്ലേ ഇട്ടേക്കുന്നേ, ഇങ്ങ് ഊരി താന്നും പറഞ്ഞിട്ട് ആ ഒരു കോട്ട് ഇങ്ങ് ഊരി വാങ്ങും. എന്നിട്ട് പറയും, ശരി നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ജ്യൂസും അതേപോലെ തന്നെ കേക്ക് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയും, ശരി നിങ്ങളിത് കഴിക്കാൻ പറയുമ്പോൾ അവർ പറയും, ഇല്ല സാർ, അതിനു മുന്നേ ഞങ്ങൾ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആ ഒരു സമയത്ത് അയാൾ പറയും, അല്ല ഇത്ര പെട്ടെന്ന് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനു മുന്നേ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്ത് എന്ന് പറയുമ്പോൾ, ഓക്കെ സാർ പറയാം, ഞങ്ങൾ രണ്ടൊരു കുട്ടിക്കാലം മുതൽ തന്നെ ചർച്ചിലാണ് ജനിച്ചു വളർന്നത്, കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, ശരി എനിക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവരായാലും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കാണ് അതിനിടയിൽ തന്നെ ഇയാൾ പെട്ടെന്ന് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇല്ല ഈ ഒരു ബുക്ക് ഞാൻ ആൾറെഡി വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ, നല്ല കാര്യം എന്ന് പറയുമ്പോൾ റീഡ് പറയും, ശരി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്ന അവർക്ക് തോന്നുന്നത്, ഷെടാ ഇതുപോലുള്ളൊരു തന്നെ മുന്നിൽ വന്ന് പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിലാണ്. അതുപോലെ ഇവർക്കാണെങ്കിൽ നിർത്താൻ പറയാനും തോന്നുന്നില്ല, കേട്ടിരുന്നല്ലേ പറ്റൂ. അങ്ങനെ ഓരോ അവസരത്തിൽ ഇവർ പെട്ടെന്ന് എങ്ങനെയെങ്കിലും നിർത്തണമല്ലോ, അതുകൊണ്ട് സാർ നിങ്ങളുടെ ഭാര്യയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു, ഇതുവരെയും കണ്ടില്ല. ഓ അവള് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴാണ് ഇവർക്കൊരു സംശയം, ഇവരെന്തായാലും വീടിനകത്താണുള്ളത്, പിന്നെ ഇവരെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം എന്താ റെഡി ആവാനായിട്ട്. അതുപോലെ ഇയാൾ വന്ന സമയം മുതൽ തന്നെ കുറച്ച് വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ബാനർ പെട്ടെന്ന് പാസ്റ്റനോട് പറയും, ഹേയ് പാസ്റ്റൻ, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് പോയാലോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റൻ പറയും, ഓക്കെ അവരുടെ ഭാര്യയെ കാണട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാം. ഇല്ല ഇനി അയാളുടെ ഭാര്യയൊന്നും കാണാൻ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ അതിനു മുന്നേ തന്നെ റീഡ് അവിടേക്ക് വന്നിട്ട്, ആ ഓക്കെ എന്റെ ഭാര്യ റെഡിയായി, അവൾ റൂമിനകത്താണ്, ബാ കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും പതിയെ ആ ഒരു റൂമിനടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ബാൻസ് പെട്ടെന്ന് പാസ്റ്റനെ നിർത്തിയിട്ട്, ഹേയ് പാസ്റ്റൻ നിൽക്ക്, ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് അയാളോട് പറയും, സാർ ഞങ്ങൾക്ക് ചർച്ചിൽ നിന്നൊരു ഫോൺ വരുന്നുണ്ട് എന്ന് വരാത്ത കോള് വന്നതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് പാസ്റ്റനോട് പറയും, പാസ്റ്റൻ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകണ്ട, ചർച്ചിൽ നിന്ന് ഒരു ഫോൺ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം. ഓക്കെ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ ഡോറിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഇവർ രണ്ടുപേരും അകത്തേക്ക് വരുമ്പോൾ ആ ഒരു സൈക്കിളിന്റെ കീ ഉണ്ടല്ലോ അത് ലോക്ക് ചെയ്തിട്ട് അത് ഇവരുടെ കോട്ടിലാണ് ഇട്ടിരുന്നത്. പക്ഷെ വന്ന ഉടനെ തന്നെ ആ ഒരു കോട്ട് അയാൾ വാങ്ങി വെച്ചിരുന്നു.
ഇപ്പൊ അതെടുത്തിട്ട് പോവാന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് നടന്നു പോവാന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ചർച്ചിലേക്ക് പോകാനായിട്ട് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ പാഷൻ പറയും 4 കിലോമീറ്ററോ, അത്രയും ദൂരം ഒന്ന് നടക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ബാൻസ് പറയും നിനക്ക് ജീവനാണോ വലുത് അതോ അത്രയും ദൂരം നടക്കുന്നതാണോ, എന്തായാലും നമുക്ക് നടന്നു പോവാം, ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ഓക്കെ പോവാന്നും പറഞ്ഞ് രണ്ടുപേരും വന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ആ ഒരു ഡോർ ഇപ്പോൾ തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ബാൻസ് പറയും ഏയ് നീ മാറി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവള് വന്ന് തുറന്ന് നോക്കുമ്പോഴും തുറക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു വീട്ടിലെ ലൈറ്റുകളെല്ലാം അങ്ങ് ഓഫ് ആവുന്നു. മൊത്തത്തിൽ ഇരുട്ടായി പോയി. ഓക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യും, ശരി എന്തായാലും അയാളോട് തന്നെ സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ് വേറെ വഴിയില്ലാതെ ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോവാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് മറ്റൊരു ഡോർ ഉണ്ട്. അത് തുറക്കുമ്പോൾ അതിനകത്തൊരു ഹാള്. ആ ഒരു ഹാളിലാണെങ്കിലോ 2 മുറികളും 2 ഡോറുകളും കാണുന്നുണ്ട്. അപ്പോൾ റീഡ് ഇവരെ കണ്ടിട്ട് ഓ അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നോ, വാ വന്നിരിക്കാൻ പറയുമ്പോൾ അവർ പറയും ഇല്ല സാർ, ചർച്ചിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു, ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ചർച്ചിലേക്ക് പോകണം, ഡോറൊന്ന് തുറന്നു തന്നില്ലെങ്കിൽ. ഓ അങ്ങനെയാണല്ലേ, ശരി നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ കോട്ടിതേ ആ ഒരു ചെയറിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് അയാൾ നേരെ റൂമിനകത്തേക്ക് കയറി പോവും. അപ്പോൾ ഇവരായാലും കോട്ട് എടുത്തിട്ടിട്ട് പോവാന്നും പറഞ്ഞ് ആ ഒരു സൈക്കിളിന്റെ കീ ഉണ്ടല്ലോ അത് കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ബാൻസിന് അവളുടെ കോട്ടിൽ ആ ഒരു കീ ഇല്ല. അതേസമയം പാസ്റ്റൻ അവളുടെ കോട്ടിൽ കൈയിട്ട് നോക്കുമ്പോൾ അതിൽ നിന്ന് കീ കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വരുന്ന സമയത്ത് നമ്മുടെ ബാൻസ് ആണ് ആ ഒരു കീ എടുത്ത് അവളുടെ കോട്ടിലേക്ക് ഇട്ടത്. പക്ഷെ ഇപ്പൊ ആ ഒരു കീ മാറണമെന്നുണ്ടെങ്കിൽ അയാളാണ് അത് മാറ്റിയിട്ടിട്ടുള്ളത്. അപ്പോൾ ബാൻസ് പറയും കീ മാറിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കീ എടുത്തിട്ടുണ്ട്. അതേസമയം അയാൾ തിരിച്ചു വരുമ്പോൾ ഇവർ പറയും സാർ ആ ഒരു ഫ്രണ്ട് ഡോർ നല്ലതുപോലെ ലോക്ക് ആയിട്ടുണ്ട്, അതൊന്ന് തുറന്നു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി, ആ ഒരു ഡോർ എന്തായാലും എന്നെ കൊണ്ട് തുറക്കാൻ കഴിയത്തില്ല, കാരണം അത് രാവിലെ വരെ എനിക്ക് തുറക്കാൻ കഴിയത്തില്ല. എന്താന്ന് വെച്ചാൽ അതൊരു ലോക്ക് സിസ്റ്റമാണ്, രാത്രിയിൽ അത് പൂട്ടിക്കഴിഞ്ഞാൽ രാവിലെ ആവാതെ അത് തുറക്കാൻ കഴിയത്തില്ല, അതൊരു ടൈമർ വെച്ചാണ് ലോക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ പറയും സാർ ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ ആരെങ്കിലും ഡോർ വയ്ക്കോ, അല്ല നിങ്ങൾക്ക് അർജന്റായിട്ട് വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേ പുറകിൽ ഇവിടെ ഡോറുണ്ട്, ഇതുവഴി ഞാൻ പോകുമെന്ന് പറയുമ്പോൾ ശരി സാർ നിങ്ങൾ അതിലേ പോയിക്കോ, പക്ഷേ ഞങ്ങൾക്ക് ദയവേത് ആ ഒരു ഫ്രണ്ട് ഡോർ തുറന്നു തന്നേ പറ്റൂ. മോളെ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ആ ഒരു ഡോർ എന്തായാലും എനിക്ക് തുറക്കാൻ കഴിയത്തില്ല, നിങ്ങൾ ബാക്ക് ഡോർ വഴി പോയിക്കോ, പേടിക്കൊന്നും വേണ്ട, ഇതെന്തായാലും പുറകിലേക്ക് തന്നെ പോകാൻ കഴിയും. ഇനി നിങ്ങൾ ഫ്രണ്ട് ഡോർ വഴിയേ പോകത്തുള്ളൂ എന്നാണെങ്കിൽ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സാർ അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് എന്തായാലും പോയേ പറ്റൂ, ചർച്ചിൽ നിന്ന് ഇപ്പോഴാണ് വിളിച്ചത്, അർജന്റായിട്ട് അവിടേക്ക് ചെല്ലണമെന്ന്. അപ്പോൾ റീഡ് പറയും ഇപ്പൊ തന്നെ വിളിച്ചു, അർജന്റായിട്ട് എന്താ മോളെ നിങ്ങൾ കള്ളം പറയുന്നേ, ഈ ഒരു വീടിനകത്ത് കയറി കഴിഞ്ഞാലേ ഒരിക്കലും ഫോണിൽ സിഗ്നൽ ഉണ്ടാവത്തില്ല, പിന്നെ എന്നോടാണ് നിങ്ങൾ കള്ളം പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നല്ലതുപോലെ പേടിച്ചു, അതുകൊണ്ട് നിങ്ങൾ സത്യം പറയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പുറത്തു പോവാം, അല്ലാതെ ഈ ഒരു ഫോൺ വന്നു അർജന്റാണ് ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ പറയുവാണെങ്കിൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവർ പറയും ശരി സാർ ഞങ്ങൾ ബാക്ക് ഡോർ വഴി തന്നെ പുറത്തേക്ക് പോവാം, അല്ല ഇവിടെ 2 ഡോറുണ്ട്, ഇതിലേത് ഡോർ വഴിയാണ് ഞങ്ങൾ വെളിയിലേക്ക് പോകണ്ടേ. ആ കറക്റ്റ്, ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റായിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇതിന് നിങ്ങൾക്ക് ഞാൻ മറുപടി തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം തരണം. ഓക്കെ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ ആ ഒരു റൂമിനകത്തുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഇയാൾക്ക് ഒരു ഭാര്യയില്ല. ഓക്കെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട് എന്നും പറഞ്ഞ് അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബാൻസ് പറയും ഇല്ലില്ല നിങ്ങളൊന്നും പറയണ്ട, ഞാൻ തന്നെ ഒരു ഡോർ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാൻസ് വന്ന് ആ ഒരു ഡോർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അത് വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊന്നുമല്ല, അതേതൊരു ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്. ഓക്കെ ഈ ഒരു ഡോർ ആയിരിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് മറ്റൊരു ഡോർ ഒന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതും ഒരു ബേസ്മെന്റിലേക്കുള്ള വഴി തന്നെയാണ്. അതേസമയം ഇവിടെ ആ ഒരു ചർച്ചിൽ കാണിക്കുമ്പോൾ ഈ 2 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ചർച്ചിൽ നിന്ന് എപ്പോഴും വെളിയിൽ പോയാലും 5 മണിക്കുള്ളിൽ തിരിച്ചു വരും. പക്ഷെ ഇന്നത്തെ ദിവസം മാത്രം അവർ തിരിച്ചു വന്നില്ല. ഇപ്പോൾ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി അയാൾ അതിനെ പെട്ടെന്ന് ചർച്ചിൽ നിന്നും അവരെ അന്വേഷിച്ച് വെളിയിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ഇവർ രണ്ടുപേരും അയാളോട് പറയും സാർ ഇതെന്താണ് 2 ഡോർ ഞങ്ങൾ തുറന്നു നോക്കി, 2 ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്, വെളിയിലേക്കുള്ള വഴിയല്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും അല്ല ഇതിനെന്തിനാ ഇത്ര പേടിക്കാനായിട്ട്, അതുവഴി അങ്ങ് നടന്നു പോയാൽ മതി, നിങ്ങൾക്ക് വെളിയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ബോൺസ് പറയും സാർ ഞങ്ങൾ രണ്ടുപേരും ചർച്ചിൽ നിന്നും ഇവിടേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചർച്ചിൽ ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾ അവിടേക്ക് ചെല്ലാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചർച്ചിൽ നിന്ന് എന്തായാലും ആളുകൾ ഇവിടേക്ക് അന്വേഷിച്ച് വരും, അതുമല്ല ഞങ്ങൾ വരുന്ന സമയത്ത് പോലീസിനെ കണ്ടിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്തായാലും നിങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് വരും എന്നിങ്ങനെ പറയുമ്പോൾ റീഡ് പെട്ടെന്ന് ഇവരോട് പറയും ഏയ് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കള്ളം പറയാണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എന്നോട് കള്ളം പറയരുതെന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ സേഫ് ആയിട്ട് ഇവിടെ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പറയും ശരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല, നല്ല പേടിയുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു ഡോർ ഒന്ന് തുറന്നു തരൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
റീഡ് പറയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ 2 ഡോറിൽ ഏത് ഡോറിലൂടെ പോകണം എന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറയുമ്പോഴത്തേക്ക് വരും, അയ്യോ വീണ്ടോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അയാൾ പറയും, ദേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതിലായിരിക്കണം നിങ്ങൾ കറക്റ്റ് തീരുമാനം എടുക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവൻ പോകാൻ തന്നെ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് ഇയാളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങാണ്. അതുമല്ല കൂടുതലായിട്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ പറ്റിയാണ്. ഈ പല മതങ്ങളിലുള്ള പല സ്ഥലങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളെ പറ്റിയും ഇയാൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അതിനെ പറ്റിയെല്ലാം കൂടുതലായിട്ടും പറഞ്ഞു തീർന്നിട്ട് ഈ 2 ഡോറിൽ ഒരു ഡോറിൽ ബിലീഫ് എന്നും പറഞ്ഞിങ്ങനെ എഴുതുന്നു, മറ്റൊരു കഥകളിൽ ഡിസ്ബിലീവ് എന്നും. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ 2 പേരും ചർച്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് 2 പേർക്കും നല്ലതുപോലെ ദൈവത്തിൽ വിശ്വാസമുണ്ട് അല്ലേ? അതെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ദൈവം വന്ന് നിങ്ങളെ എന്തായാലും രക്ഷിക്കുമല്ലോ. അതെ, ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് പോവാം. ഇല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോർ തുറന്ന് നിങ്ങൾക്ക് വെളിയിലേക്ക് പോവാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവർ 2 പേരും ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇയാളിപ്പോ ഇത്രയും നേരം ദൈവത്തിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും അയാൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ള കാര്യം ഇവർക്ക് 2 പേർക്കും മനസ്സിലായി. അപ്പോഴേക്കും പാസ്റ്റർ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ഡിസ്ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോകാൻ കഴിയും. അതുമല്ല, നമുക്കാണെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഒരു പക്ഷേ ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് പോയിട്ട് നമ്മൾ 2 പേരും മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ഡിസ്ബിലീവ് ആ ഒരു ഡോറിൽ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ നേരെ ആ ഒരു ഡോറിന് മുന്നിലേക്ക് പോയി നിൽക്കാണ്. പക്ഷെ ബോൺസ് ആണെങ്കിലോ, മരിച്ചാലും കുഴപ്പമില്ല, എന്നെ എന്തായാലും ദൈവം രക്ഷിക്കും എന്നുള്ള രീതിയിൽ ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോറിന് മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ ബോൺസ് പാസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ നിനക്കെന്താ ദൈവത്തിൽ വിശ്വാസമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പാസ്റ്റർ പറയും, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഇവിടെ നിന്നും നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ബോൺസ് പറയും, കുട്ടിക്കാലം മുതലേ നമ്മൾ എന്തൊക്കെയായിട്ട് പഠിച്ചിട്ടുള്ളത്, നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ ദൈവം രക്ഷിക്കും എന്നിങ്ങനെ ബോൺസ് പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ പാസ്റ്റർ ആ ഒരു കഥകിനടുത്തേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് ഇയാളോട് പറയും, മിസ്റ്റർ റീഡ്, ഞങ്ങൾ എന്തായാലും ബിലീവ് എന്ന് പറഞ്ഞ ആ ഒരു ഡോർ തുറക്കാൻ പോവാണ്, അതുവഴി ഞങ്ങൾ എന്തായാലും വെളിയിലേക്കും പോകാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് കഥകും തുറന്ന് ഇവർ 2 പേരും ആ ഒരു ബേസ്മെന്റിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങാണ്. അങ്ങനെ ഇവർ താഴേക്ക് നടന്നു പോകുമ്പോൾ റീഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറ് വലിച്ചങ്ങ് അടയ്ക്കുന്നതും ഇവർ 2 പേരും പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, മിസ്റ്റർ റീഡ്, ഇതെന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്നും പറഞ്ഞ് വീണ്ടും താഴേക്ക് തന്നെ നടന്നു പോകുന്നു. അങ്ങനെ 2 പേരും അതുവഴി നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയും വലിയൊരു റൂമാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അയ്യോ നമ്മൾ തെറ്റായിട്ടുള്ള ഡോർ തന്നെയാണ് തിരഞ്ഞെടുത്തത്, ഇവിടെ നിന്നും വെളിയിലേക്ക് പോകാനായിട്ട് ഒരു ഡോറും ഇല്ലാന്ന് പറയുമ്പോൾ, ഇല്ലില്ല നീ ടെൻഷൻ അടിക്കാതെ എല്ലായിടത്തും നല്ലതുപോലെ നോക്ക്, ദേ മുകളിലേക്ക് നോക്ക്, അവിടെ ഒരു ജനാലയുണ്ട്, അത് തകർത്ത് നമുക്ക് എന്തായാലും വെളിയിലേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് ബോൺ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെയുള്ള ഒരു ചെയർ എടുത്ത് വെച്ച് അതിന് മുകളിൽ കയറി ആ ഒരു ജനാല തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ജനാലയുടെ വെളിയിൽ ഈ കമ്പിയെല്ലാം വെച്ച് നല്ലതുപോലെ അടച്ചേക്കാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും അത് തുറക്കാൻ കഴിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അകത്തേക്ക് എന്തോ വരുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അയാൾ വരുന്നെന്ന് തോന്നുന്നു, ആ ഒരു കസേരയെല്ലാം മാറ്റിയിട് എന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ടിട്ട് നമ്മുടെ ബോൺസ് പെട്ടെന്ന് പാസ്റ്ററിന്റെ കയ്യിലൊരു കത്തി എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് കയ്യിൽ പിടിക്ക്, കാരണം ഈ ഒരു കത്തിയും അവിടെ ഈ ഒരു വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചത്. എന്തായാലും അയാൾ വന്നിട്ട് വീണ്ടും നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരിയായിട്ടുള്ള ആ ഒരു സമയത്ത് ഈ കത്തി ഉപയോഗിച്ച് അയാളെ കൊന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ പാസ്റ്റർ പറയും, അയ്യോ അതൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, അയാളെ കൊന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിടയിൽ ഒരു കോഡ് വാക്ക് അത് പറഞ്ഞു കഴിഞ്ഞാല് നീ അയാളെ കൊത്തിക്കൊല്ലണം. കോഡ് ഭാഷ വേറെ ഒന്നുമല്ല, മാജിക് അണ്ടർവെയർ. എന്നാ പിടിക്ക്, ഈ ഒരു കത്തി പിടിക്ക്, ഇത് വെച്ചോ. അങ്ങനെ 2 പേരും പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ആരോ ഒരാൾ വരുന്നു. കയ്യിലൊരു വിളക്ക്, അതേപോലെ തന്നെ കയ്യിലെ ആഹാരമുണ്ട്, അവരുടെ മുഖം കവറിട്ട് ഇങ്ങനെ മൂടിയേക്കുന്നു. അതൊരു സ്ത്രീയാണ്. എന്നിട്ട് അവിടെയുള്ള ആ ഒരു ടേബിളിനടുത്തേക്ക് വന്ന് ആ ഒരു ചെയറും എടുത്തിട്ട് അവർ ആഹാരം കഴിക്കാൻ പോവാണ്. അതുപോലെ അവിടേക്ക് വന്ന അവര് ആ ഒരു ആഹാരം ടേബിളിലേക്ക് വെച്ചിട്ട് എന്തൊക്കെയോ വ്യത്യസ്തമായിട്ട് പ്രാർത്ഥനയെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ഇവർക്കാണെങ്കിലും 2 പേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം ഇവിടെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താഴെ കേൾക്കാൻ വേണ്ടി ഒരു പൈപ്പ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ റീഡ് എന്തോ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാണ്. ആ ഒരു പാട്ട് ഇവർക്ക് ആ ഒരു കുഴല് വഴി താഴേക്കും കേൾക്കാൻ കഴിയും. അത് കഴിഞ്ഞ് റീഡ് ഇവരോട് മറ്റെന്തോ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ 2 പേരും ഇപ്പൊ ആ ഒരു റൂമിനകത്തുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മിറാക്കിള് ഇപ്പൊ നിങ്ങൾ 2 പേരും നേരിട്ട് കാണാൻ പോവാണ്. അത് സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. വേറെ ഒന്നുമില്ല, ഇപ്പൊ അവിടേക്ക് വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് കൊണ്ടുവന്ന ആ ഒരു ആഹാരം അത് കഴിക്കാൻ പോവാണ്. അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്ത്രീ മരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ദൈവം കാരണം അവർ വീണ്ടും ജീവനോടെ തിരിച്ചു വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിറാക്കിള്. ഈ ഒരു കാര്യം നിങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് അടുത്തുള്ള ആ ഒരു ആഹാരം എടുത്ത് കഴിച്ച്
കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്ലേറ്റിന് മുകളിലേക്ക് തന്നെ അവരെങ്ങനെ വീഴാണ്. അപ്പോൾ റീഡ് പറയും, ശരി ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് പൾസ് ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കണം. അപ്പൊ ഇവര് രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് അവരുടെ പൾസ് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ജീവനില്ല. സത്യത്തിൽ അവര് മരിച്ചുപോയി. എന്താ, അവര് മരിച്ചുപോയോ? അതേ, മരിച്ചുപോയി. ഓക്കെ ശരി. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ച് ജീവനോട് തന്നെ വരും. കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യ് എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് വെളിയിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലെ ഇത് കേൾക്കുന്നതും ഇവര് രണ്ടുപേരും പറയും, ഓക്കെ ചർച്ചിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് ആരോ വന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് എൽഡർ ആയിരിക്കും എന്നും പറഞ്ഞ്, അതുകൊണ്ട് നമ്മൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും അറിയാൻ കഴിയും എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും നല്ലതുപോലെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ റീഡ് പറയും, നിങ്ങൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും കാര്യമില്ല, അത് അയാൾക്ക് കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ഡോറും അടച്ച് ഇയാള് ആ ഒരു ടൈം ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പറഞ്ഞത്. പക്ഷേ അത് സെറ്റ് ചെയ്ത് വെച്ചത് തന്നെ അയാളാണ്. അതിപ്പോ റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രണ്ട് ഡോറ് അയാൾ തുറക്കുകയും ചെയ്യുന്നു. കതക് തുറക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നത് എൽഡർ തന്നെയാണ്. സാർ, ചർച്ചിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇവിടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വന്നില്ല. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, നിങ്ങളല്ലേ റീഡ്, നിങ്ങൾക്കല്ലേ ചർച്ചിനെ പറ്റിയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞത്? അത് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ 2 പെൺകുട്ടികൾ ഇവിടേക്ക് വന്നിട്ടില്ല. ഇല്ല വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എൽഡർ പറയും, ഓക്കെ ശരി, ഞാൻ വേറൊരു സ്ഥലത്ത് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും നോക്കുമ്പോൾ എത്ര ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അതുപോലെ ഇവര് ഡോറിനടിയിൽ നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് മുന്നിലായിട്ട് ഒരു മാച്ച് ബോക്സ് ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, ഇതെടുത്ത് ഇതിനകത്ത് തീയിടാം, അങ്ങനെയാണെങ്കിൽ അത് കണ്ടെങ്കിൽ അവൻ ഇവിടേക്ക് വരും എന്നും പറഞ്ഞ് ആ ഒരു മാറ്റ് പതിയെ പതിയെ വലിച്ച് അടുത്തേക്ക് എടുത്തിട്ട് ആ ഒരു മാച്ച് ബോക്സും ഇവരെങ്ങനെയെങ്കിലും അകത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഓടി താഴേക്ക് ആ ഒരു മുറിയുടെ അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ആഹാരം കഴിച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് വീണ് ഒരു ലേഡി മരിച്ചിടുന്നല്ലോ. ആ ഒരു സ്ത്രീ അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ അവരുടെ തല ഇപ്പോ തിരിഞ്ഞിരിക്കുന്നു. ഏയ്, അവരുടെ തല നോക്ക്. അവര് മരിക്കുന്ന സമയത്ത് അവരുടെ തല ഈ ഒരു വശത്തേക്കാണ് തിരിഞ്ഞത്. പക്ഷെ ഇപ്പൊ അവരുടെ തല മാറിയിരിക്കാണ്. ഞാനത് നല്ലതുപോലെ ശ്രദ്ധിച്ചെന്ന് പറയുമ്പോ ബോൺസ് പറയും, അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ജീവനോടെ വന്നെന്നാണോ? അതൊന്നും നമുക്കിപ്പോ ആവശ്യമല്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് ആ ഒരു തീ കത്തിക്കാൻ വേണ്ടി ഓരോ തീക്കമ്പായിട്ട് ഇങ്ങനെ കത്തിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതൊന്നും കത്തുന്നില്ല. ഇപ്പൊ അവസാനമായിട്ടും ഒരു തീക്കമ്പ് മാത്രമുണ്ട്. അതെടുത്തിട്ട് ഇങ്ങനെ കത്തിക്കുന്നതും അതെന്തായാലും കത്തി. അങ്ങനെ അതും പിടിച്ചിട്ട് പതിയെ തിരിയുന്നതും പെട്ടെന്ന് ഇതുപോലെ അവരുടെ പുറകിലെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മരിച്ചെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിപ്പോ ഇവരുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അതുമല്ല, അവര് പെട്ടെന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുന്നതും ഒരെണ്ണം മാത്രമേ അവര് കത്തിച്ചിട്ടുള്ളായിരുന്നു. അതും ആ ഒരു രക്തം വീണ് അണയുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു സ്ത്രീ ഇവരോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവിടെ കാണുന്നതൊന്നും റിയൽ അല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് റീഡ് അവിടേക്ക് ഇറങ്ങി വന്നിട്ട്, ഓക്കെ നീ ചെയ്തതെല്ലാം മതി, പോയി റൂമിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞ് അവരെ ഒരു റൂമിനകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ടാണ് റീഡ് പറയുന്നത്, ദേ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചുപോയ ആ ഒരു സ്ത്രീ ജീവനോടെ തിരിച്ചു വന്നു. അതും ദൈവം കാരണം. അല്ല, ആ ഒരു സ്ത്രീ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതെ പറഞ്ഞിരുന്നു, ഇതൊന്നും സത്യമല്ലാന്ന്. അപ്പോൾ റീഡ് പറയും, ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. സത്യത്തിൽ മനസ്സിലായില്ല? അതെ മനസ്സിലായില്ല. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വെച്ച് തന്നെ ഞാൻ ആ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആരാണിപ്പോൾ മരിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും നല്ലതുപോലെ പേടിച്ചു പോകും. അപ്പോൾ അയാൾ പറയും, ഏയ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആര് മരിച്ചാലും ജീവനോടെ വരും. ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ കൺമുന്നിൽ വെച്ച് തന്നെ കാണുകയും ചെയ്തു. അതുപോലെ നിങ്ങൾക്കല്ലേ ദൈവത്തിൽ വിശ്വാസമുള്ളത്, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, ഇല്ല നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ചെയ്തത് ഒരു മിറാക്കിളൊന്നുമല്ല, അതൊരു മാജിക് ട്രിക്കാണ് എന്ന് പറയുമ്പോൾ, എന്ത് മാജിക് കാണിക്കാനായിട്ട് ഞാനൊരു മജീഷ്യനാണോ? ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേൾക്ക്. അയാൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ണുകൊണ്ട് തന്നെ ആ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിക്കുകയാണ് ആ ഒരു കത്തിയെടുത്ത് അയാളെ കൊടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് പതിയെ വന്നിട്ട് മാജിക് അണ്ടർവെയർ എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് കത്തിയെടുത്ത് കഴുത്തറുക്കുകയാണ്. പക്ഷേ അത് റീഡിന്റെ കഴുത്തല്ല, പകരം റീഡ് ബോൺസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ കഴുത്താണ് അറുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കണ്ട നമ്മുടെ പാസ്റ്ററാണെങ്കിലും നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഓടിപ്പോയി ആ ഡോർ തുറക്കാൻ പറയുന്നതും ആരും ഡോർ തുറക്കാനില്ല. അതുകൊണ്ട് അവൾക്ക് എന്തായാലും മനസ്സിലായി ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് കഴിയത്തില്ലാന്ന്. അപ്പോഴേക്കും റീഡ് താഴെ നിന്നും, ഹേയ് പാസ്റ്റൻ പേടിക്കണ്ട, നീ വീണ് താഴേക്ക് വാ, അവൾ എന്തായാലും ജീവനോടെ വരും, അത് നീ ഇപ്പോ നേരിട്ട് കാണാൻ പോവാണ്. അങ്ങനെ പാസ്റ്റനായാലും പതിയെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ അവളുടെ മുകളിലേക്ക് വന്നിരുന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ടാണ്, അല്ല ഈ ഒരു സമയം കൊണ്ട് അവൾ എന്തായാലും ജീവനോടെ തിരിച്ചു വരണം, പക്ഷെ ഇതുവരെയും വന്നില്ലല്ലോ, എന്തു പറ്റി കാണും, ഇനി അവൾ ജീവനോടെ വരത്തില്ലേ? അയ്യോ സോറി, അവൾ എന്തായാലും ജീവനോടെ വരാൻ പോകുന്നില്ല, അതിനെന്താണ് കാരണമെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം എന്നും പറഞ്ഞിട്ട് ആ ഒരു കട്ടർ എടുത്ത് അവളുടെ കൈ വീണ്ടും ഇങ്ങനെ കീറുകയാണ്. എന്നിട്ട് ഉള്ളിൽ നിന്നും ഒരു കമ്പി ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടാണ്, ഏയ് ഇത് നോക്ക്, അവളുടെ കയ്യിൽ ഒരു മെറ്റൽ കമ്പി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ ജീവനോടെ തിരിച്ചു വരാത്തത്. അങ്ങനെയാണെങ്കിൽ ഇവൾ ഒരിക്കലും ഒറിജിനൽ അല്ല, ഇവളൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ ആയിരുന്നെങ്കിൽ എപ്പോഴേ ജീവനോടെ തിരിച്ചു വന്നേനെ. എന്നിട്ട് നമ്മുടെ പാഷനോട് ചോദിക്കും, ഓക്കെ ശരി അതൊക്കെ വിട്, ഞാൻ നിന്നോട് നേരത്തെ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കാണിച്ചു തന്നല്ലോ,
അതെല്ലാം നീ വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പാഷൻ പറയും, അതെ വിശ്വസിച്ചിരുന്നു. തുടക്കത്തിൽ ഞാൻ അതെല്ലാം വിശ്വസിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതെന്തു പറ്റി? കാരണം മരിച്ചുപോയവർ ഒരിക്കലും ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളാണ് അവരുടെ ശരീരം മാറ്റിയിട്ടുള്ളത്. എന്ത് ഞാനോ? ഞാൻ ശരീരം മാറ്റിയെന്നോ? ഞാൻ ആ ഒരു സമയത്ത് മുകളിലല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ എങ്ങനെ ഞാൻ ബോഡി മാറ്റും? എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാം. എൽഡർ വെളിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മുകളിലത്തെ ആ ഒരു ഡോറിനടുത്തേക്ക് പോയി നിന്നിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു റൂമിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിലെ ഏതോ ഒരു സീക്രട്ട് ഡോർ ഉണ്ട്. ആ ഒരു ഡോർ വഴിയെ ഇതേപോലെയുള്ള മറ്റൊരു സ്ത്രീ ഇതിനകത്തേക്ക് വന്ന് മരിച്ചുപോയ ആ ഒരു സ്ത്രീയെ അതിനകത്തേക്കിട്ട് അവരിവിടെ കിടക്കുമായിരുന്നു. പക്ഷെ അവർ ചെയ്ത തെറ്റെന്താണെന്നറിയോ? മരിച്ച സ്ത്രീ തല വെച്ചിരുന്ന ആ ഒരു ഭാഗത്തേക്കല്ല അവർ തല വെച്ചിരുന്നത്. അവർ തെറ്റായിട്ടുള്ള ദിശയിലാണ് തല വെച്ചത്. അത് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുമല്ല അവസാനമായിട്ട് അവര് ഞങ്ങളെ നോക്കി ഒരു കാര്യം പറഞ്ഞു, ഇതൊന്നും സത്യമല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ ചെയ്യുന്ന മിറാക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അതൊന്നും സത്യമല്ലാന്ന് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ റീഡ് പറയും, ഓക്കെ നീ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഈ ഒരു റൂമിനകത്ത് ഒരു സീക്രട്ട് ഡോർ ഉണ്ടാവുമല്ലോ. പക്ഷെ നീ നോക്ക്, ഇതെവിടെയും കാണാനില്ല. ഉണ്ടെങ്കിൽ ആ ഒരു ഡോർ ഒന്ന് കണ്ടുപിടിക്കേ. ഇല്ല നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കണോ എന്നും പറഞ്ഞ് അവൻ തന്നെ അതിനകത്ത് ചുറ്റി നടന്നിട്ട് ദേ നോക്ക്, ഇതിനകത്തൊരു സീക്രട്ട് ഡോർ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നതും അവള് പറയും, നീ അന്വേഷിക്കുന്നിടത്തല്ല, ഞാൻ നിൽക്കുന്നിടത്താണ് ആ ഒരു ഡോർ തന്നെ ഉള്ളത് എന്നും പറഞ്ഞ ആ ഒരു ടേബിൾ ഇങ്ങനെ മാറ്റി നോക്കുന്നതും അതിനടിയിലാണ് ആ ഒരു ഡോർ ഉള്ളത്. അപ്പോൾ റീഡ് പറയും, ഓക്കെ പാസ്റ്റൻ, അപ്പോൾ നീ പറഞ്ഞതുപോലെ ഈ ഒരു ഡോർ നീ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആ ഒരു സ്ത്രീയുടെ ശരീരം ഉണ്ടാവണമല്ലോ. നീ എന്താ ഉള്ളിലേക്ക് പോയി നോക്കാൻ പോവാണോ? അതെ, ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് പാസ്റ്റൻ ഉള്ളിലേക്ക് ഇറങ്ങുന്നതും സാധാരണ പോലെ അയാൾ പെട്ടെന്ന് മുകളിൽ നിന്നും ആ ഒരു ഡോർ അങ്ങടയ്ക്കുന്നു. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശരീരമുണ്ട്. അതുപോലെ ആ ഒരു റൂമിലെ അടുത്തൊരു ഡോറ് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് മറ്റൊരു ഡോറ്. അങ്ങനെ ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു റൂം, അതിനകത്ത് മറ്റൊരു ഡോറ്. ഇങ്ങനെ ഓരോ റൂമിനകത്തും ഓരോ ഡോറുകളായിട്ട് ഒരു 4-5 മുറികളുണ്ട്. അങ്ങനെ അവസാനം ഒരു ഡോറിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഡോറ് എന്ത് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരകത്തേക്ക് വരുമ്പോൾ ആ ഒരു സൈക്കിള് ലോക്ക് ചെയ്തല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കീയും നമ്മുടെ പാഷന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ അവളാണെങ്കിലും ആ ഒരു ഡോറും തുറന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് അതിനകത്ത് ഒരുപാട് കോഡുകളുണ്ട്. അതിനകത്തെല്ലാം ഓരോ കൂട്ടിലും ഇയാൾ നേരത്തെ മുഖമെല്ലാം മൂടിയിട്ടിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്നല്ലോ, അതുപോലെ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നു. അതേസമയം റീഡും പെട്ടെന്ന് ആ ഒരു മുറിയിലേക്ക് വന്നിട്ടാണ് അവളോട് ചോദിക്കുന്നത്, ഓക്കെ ഈ ഒരു മുറി നീ കണ്ടുപിടിച്ചല്ലേ, ഇത്രയും കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, അതെ എനിക്കെല്ലാം മനസ്സിലായി. ഓ സൂപ്പർ, നിനക്ക് എന്താ മനസ്സിലായത് അത് പറയാൻ പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഹാളിലെത്തി. എന്നിട്ട് ഞങ്ങൾക്ക് സ്നാക്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. പക്ഷെ ഒരിക്കലും സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഉള്ളിലേക്ക് പോയത്, ബോൾസിന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു കീ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞങ്ങളുടെ സൈക്കിള് ആരും കാണാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൽഡർ ഞങ്ങളെ അന്വേഷിച്ച് വരുമ്പോൾ ആ ഒരു സൈക്കിള് അവിടെ കാണാതിരിക്കൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നില്ല എന്ന് വിചാരിച്ച് അവനും തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ആ ഒരു കീ തിരിച്ചു കൊണ്ടുവന്ന് ബോൾസിന്റെ പോക്കറ്റിൽ വെക്കുന്നതിന് പകരം എന്റെ കോട്ടിന്റെ പോക്കറ്റിലാണ് നിങ്ങൾ വെച്ചത്. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്കത് മാറിപ്പോയെന്നാണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു കീ മാറ്റി വെച്ചത്. അപ്പോൾ റീഡ് പറയും, ആ കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. ശരി, ഞാൻ എന്തുകൊണ്ടാണ് മാറ്റി വെച്ചത് അത് പറയാൻ പറയുമ്പോൾ, കാരണം ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ സംശയിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് വിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുക്കണം. അതുപോലെ നിങ്ങൾ പറഞ്ഞിരുന്നു, അതുമല്ല ആ ഒരു ഫ്രണ്ട് ഡോർ വഴി പോകാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വേറെ വഴിയില്ലാതെ ഈ 2 ഡോറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമായിരുന്നു. അതായിരുന്നു നിങ്ങൾക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. ഇത്രയും നേരം ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെ എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് നിങ്ങളാണ്. ഞാൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. കാരണം ഇനി മുതൽ ഞാൻ ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഇതിനു മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് റീഡിന് ഒരിക്കലും ദൈവത്തിൽ വിശ്വാസമില്ല. അതുമല്ല മറ്റുള്ളവരാണെങ്കിലോ റിലീജിയസ് എന്നുള്ള ആ ഒരു വാക്കും വെച്ച് മതത്തിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് മാത്രമേ ചെയ്യാവൂ, അങ്ങനെ പോകരുത്, ഇങ്ങനെ മറ്റുള്ളവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നീ ജനിച്ച സമയം മുതൽ ആ ഒരു ചർച്ചിലാണ് നീ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നിനക്കും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരവസരവും അവർ തന്നിട്ടില്ല. നിന്നെ അവർ കൺട്രോൾ ചെയ്താണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിന്റെ ജീവിതമാണ്, അത് കാരണമാണ് ഇത് കാരണമാണ് എന്നെല്ലാം പറഞ്ഞ് നിന്റെ ലൈഫ് ഒരിക്കലും നീ ഇല്ലാണ്ടാകരുത്. അതുമല്ലാതെ നീ ഏത് ദൈവത്തിനെ വിശ്വസിക്കണം, ഏത് സമയത്ത് പ്രാർത്ഥിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നെല്ലാം നീയെല്ലാം തീരുമാനിക്കുന്നത് മറ്റൊരാളാണ്. അതിൽ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളങ്ങനെ ജനിച്ചു വളർന്നു. അതുമല്ല നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബുക്ക് കൊണ്ട് അത് മറ്റൊരാളുടെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ വിശ്വാസം
അത് നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി. മറ്റുള്ളവരുടെ മേളിൽ ഒരിക്കലും അത് അടിച്ചേൽപ്പിക്കരുത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് നിങ്ങളാരും ഈ ഒരു ലോകത്ത് ജീവിക്കാനായിട്ട് അർഹരല്ല എന്നെല്ലാം ഇങ്ങനെ പറയാണ്. പിന്നെ ഇവനിപ്പോ എന്താ ചെയ്യുന്നത്? ഇവന് ദൈവവിശ്വാസം ഇല്ലാന്നും പറഞ്ഞിട്ട് ഇവനും മറ്റുള്ളവരെ അതുപോലെ തന്നെ മാറ്റാൻ ശ്രമിക്കല്ലേ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് പതിയെ പതിയെ അവൻ അവളുടെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നതും പാസ്റ്റൻ അവളുടെ പോകല്ല ഒരു കത്തിയെടുത്ത് വെച്ചിരുന്നല്ലോ, അതെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവിടെ നിന്നും ഓടി ഓടി നേരെ മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് വരാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇവർ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങിയിരുന്നല്ലോ, ആ ഒരു മുറിയിലേക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് റീഡ് വീണ്ടും അവിടെ നിന്നും തിരിച്ചു വന്നിട്ട് ആ ഒരു കട്ടർ ഉപയോഗിച്ച് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇപ്പോ ഇവന് ദൈവത്തിൽ വിശ്വാസമില്ലാന്നും പറഞ്ഞിട്ട് മറ്റുള്ളവര് ദൈവത്തിൽ വിശ്വാസമുള്ളവര് ഒരിക്കലും ജീവിക്കണ്ടെന്ന് ഇവൻ അങ്ങ് തീരുമാനം എടുക്കാണ്. ആ ഒരു രീതിയിലാണ് ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് അവളുടെ കഴുത്തറക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ്. സത്യത്തിൽ നമ്മുടെ ബോൺസ് അവിടെ കഴുത്തറുത്ത നിലയിൽ കിടന്നിരുന്നല്ലോ. സത്യത്തിൽ അവൾ പൂർണ്ണമായിട്ട് മരിച്ചിരുന്നില്ല. പെട്ടെന്ന് ഈ കമ്പിയെല്ലാം തറച്ചിരിക്കുന്ന ഒരു തടി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ കണ്ണിലേക്ക് അടിച്ചങ്ങ് കയറ്റി അവൻ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ അയാളെ കൊന്ന് നമ്മുടെ ബോൺസ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോൺസിനെ നോക്കി ഒരുപാട് നേരം നമ്മുടെ പാസ്റ്റനും അവിടെ ഇരുന്ന് കരഞ്ഞ് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോകണമല്ലോ. അങ്ങനെ ഇവിടെയുള്ള ആ ഒരു ഡോറെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരേ ഒരു ജനൽ മാത്രമുണ്ട്. ഇപ്പൊ ആ ഒരു ജനാലയും തകർത്ത് അതുവഴി രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.